ഞാൻ അവരുടെ യോഗം വിളിച്ചു കൂട്ടി. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സഭാപ്രതിനിധികൾ എല്ലാവരും വിളിച്ചു കൂട്ടി. ഒരു കാരണവശാലും പറ്റില്ല. പറ്റാത്തടത്ത് പിന്നെ അടച്ചിടാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം തീരുമാനം പറഞ്ഞപ്പോൾ പറ്റില്ല. ഈ വർഷം നമ്മൾ തീരുമാനമെടുത്ത് അടച്ചിടണം 2 മാസം. അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ മറുപടി അംഗം വിൻസെന്റ് പറഞ്ഞത് ശരിയാണ്. 73 ആൾ മരിച്ചിട്ടുണ്ട്. പൊടിയിൽ 29 പേര് മരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ അപകടം ഉണ്ടാകുന്നതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ പരിഹാരം മൺസൂൺ സീസണിൽ ഒന്ന് അടച്ചിടുക. അപ്പോൾ ഒരു നിർദ്ദേശം വന്നു, കാലാവസ്ഥാ വ്യതിയാനം പരിശോധിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലി അറിയാവുന്നവരുടെ ഒരു ടീമിനെ വെക്കണം. ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത് എന്താ? അത് അംഗീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാൻ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, കൺവീനർ, പഞ്ചായത്ത് മെമ്പർ, ജെറാൾഡ് CIT, ബിജു ജോസഫ് AITUC, സജീവ് പെരുമാതുറ STU, ഔസേബ് ആന്റണി കോൺഗ്രസ്, വല്ലരിയാൻ ഐസക്ക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ, ഫാദർ ന്യൂസിയാൻ, ഫാദർ ജോൺ ബോസ്കോ, ഫാദർ മനോജ്, പെരുമാതുറ ജമായത്ത് പ്രതിനിധി, താഴമ്പള്ളി ലാസർ, സുലൈമാൻ. നിങ്ങൾ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജോട് സംസാരിച്ചത്. പ്രാക്ടിക്കൽ നോളജുള്ള 15 പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്നത്, വ്യതിയാനം ഉണ്ടാകുന്നത്, ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടായത്. അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തെന്ന് പറയാമോ? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറ. സാർ, 24 മണിക്കൂറും പ്രവർത്തിക്കാൻ 3 യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട്. 3 ഷിഫ്റ്റ് ചുമ്മാരി വിൻസെന്റ് 3 ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ 30 സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, അത് മാത്രമല്ല, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് പറഞ്ഞു. റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാ സംവിധാനവും ചെയ്തു. ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിൽ പോകുന്നില്ല. എല്ലാവിധമായ റെമഡിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, അതിനകത്ത് വീണ കല്ല്, ടെട്രാപോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടാണ് അദാനി 80% മാറ്റിയത്. അദാനിയുമായി ധാരണാപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. അദാനിയുമായി തുറമുഖത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ പുളിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചത്. ആ പൊളിച്ചതിന് ശേഷം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനഃസ്ഥാപിക്കാൻ്റെ ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഈ ഗവൺമെന്റ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദാനിയുടെ ഒന്നും ചെലവ് കഴിയുന്നില്ല ഞങ്ങളാരും. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, മത്സ്യത്തൊഴിലാളി പ്രശ്നത്തിൽ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുകയാണ്. നമുക്കിപ്പോൾ വിഷ്ണു കരുണാകരൻ നമ്മുടെ പ്രതിനിധി നിയമസഭയിലുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഫിജി, അടിയന്തര പ്രമേയമായി മുതലപ്പൊഴി വിഷയം തന്നെയാണ് പ്രതിപക്ഷം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മുതലപ്പൊഴിയിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടത്തിൽ ഓരോ മത്സ്യത്തൊഴിലാളികളും മരിക്കുകയാണ്. അതിനുള്ള പരിഹാരം സർക്കാർ ഉടൻ കാണണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യങ്ങൾ, അതായത് ഈ ഡ്രഡ്ജിങ് കൃത്യസമയമായി നടക്കുന്നില്ല. പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും പല പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിട്ടും അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ മുതലപ്പൊഴിയിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതികരണം. അതേസമയം മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. പല തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള വിലക്ക് ലംഘിച്ച് മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതിനുള്ള മുന്നറിയിപ്പുകൾ അടക്കം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനും സുരക്ഷ ഒരുക്കാനുമായി ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. കൃത്യസമയത്തിൽ എല്ലാ ദിവസവും യോഗം ചേരുന്ന സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ യോഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സമയത്ത് യോഗങ്ങൾ നടത്തുകയാണ്. സർക്കാർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഓരോ ദിവസവും ഓരോ മത്സ്യത്തൊഴിലാളികളും അനാഥരായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ അപകടങ്ങളാണ് മുതലപ്പൊഴിയിൽ അരങ്ങേറുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ കാലം മുതൽ തന്നെ ഒരു പ്രവർത്തിച്ചു വരുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ്. അവിടെ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നു, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് നൽകുന്നു, നൽകേണ്ട പണം നൽകുന്നു, അതോടൊപ്പം തന്നെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. അതിൽ
പ്രത്യേകിച്ച് മന്ത്രി എടുത്ത് പറയുന്നത് ഈ തിരമാല ഉയർന്നു നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ കല്ല് അടിയുന്നത് അത് 80% നീക്കം ചെയ്തുവെന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കുമെന്നും 1.5 വർഷം കൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരം കാണുമെന്നാണ് അറിയിക്കുന്നത്. എന്നാൽ ഇതുവരെയും ശാശ്വത പരിഹാരം കാണുമെന്ന് അറിയിച്ചിട്ടും പലതവണയും അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതായാലും മുതലപ്പൊഴി നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകിയത് മദ്രാസ് IIT ആയിരുന്നു എന്നാണ് വി ശശിയുടെ ചോദ്യം. അന്ന് തന്നെ അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രക്ഷോഭമടക്കം നടന്നിരുന്നു. എന്നാൽ അതിലൊന്നും നടപടി സ്വീകരിച്ചില്ല എന്നാണ് അറിയിച്ചത്. എന്നാൽ മന്ത്രി സജി ചെറിയാൻ അറിയിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഏതായാലും പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകി അദാനിയുമായുള്ള ധാരണ പത്രമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുതലപ്പൊഴിയിൽ അന്ന് ഭിത്തി അടക്കം ഇടിച്ചത്. അതെല്ലാം സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫിജി. ശരി, നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.